ഇനി അള്ളാഹുവിന് കൈയുണ്ടോ? ഖുറാനിലും ഹദീസിലും ചിലപ്പോൾ അള്ളാഹുവിന്റെ കൈയെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഇത് ഭൗതികമായ ഒരു കൈയായിട്ടല്ല മിക്കവരും കാണുന്നത്. നോട്ട് ദാറ്റ് പോയിന്റ്. മറിച്ച് അള്ളാഹുവിന്റെ ശക്തിയെയോ കാരുണ്യത്തെയോ അല്ലെങ്കിൽ സംരക്ഷണത്തെയോ കാണിക്കാനുള്ള ഒരു രൂപകമായാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ വ്യക്തമായോ? ഇല്ല, അതോ വ്യക്തമായില്ല. ഇവനെ ഞാനൊരു പൂശട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. അള്ളാഹുവിന് കാലുണ്ടോ? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതും മുമ്പ് പറഞ്ഞതുപോലെ ഭൗതികമായ ഒരു കാലായിട്ടല്ല ഒട്ടപക്ഷം പണ്ഡിതന്മാരും കാണുന്നത്. നോക്കി പേടിപ്പിക്കണ്ട, ഉള്ള കാര്യം തുറന്നു പറയുന്ന ആരെയും പേടിക്കണ്ട. മറിച്ച് അള്ളാഹുവിന്റെ ശക്തിയെയോ അധികാരത്തിന്റെയോ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെയോ പ്രതീകമായിട്ടാണ്. ഇപ്പോൾ വ്യക്തമായോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇല്ല, അതോ വ്യക്തമായില്ല. ഈ ഭൗതികമായി എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് ഭൗതികമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഭൗതികമായ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ജീവികളുടെ കൈകാലുകൾ അല്ലെങ്കിൽ കണ്ണുപോലെ പരിമിതമായ ഒരു രൂപമാണ് മനസ്സിൽ വരുന്നത്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനങ്ങൾ അത് നമ്മുടെ തക്കി ഉപയോഗിക്കും. പൊട്ടനാണല്ലേ, മനസ്സിലായി. വിശ്വാസം നിലനിർത്താൻ തക്കിയ പറയും. തക്കിയ വേണ്ട ഇവിടെ. കണ്ണാടി നോക്കി പറഞ്ഞാ പോരെ. പറഞ്ഞു ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഈ കാല് ഏതാണ്? മനുഷ്യന്റെ കാലാണോ, പക്ഷിയുടെ കാലാണോ, മൃഗത്തിന്റെ കാലാണോ, ഇനി ഏതെങ്കിലും മീന് കാലുണ്ടെങ്കിൽ ആ മീന്റെ കാലാണോ? അതും കൂടെ പറ. അതെ, എന്നോട് പറയാൻ വേണ്ടിട്ട് ഇത് എന്റെ ബാപ്പാന്റെ ഉമ്മാനെ കെട്ടിച്ച കഥയല്ലേ പറയുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവായ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും ചില പ്രത്യേക പദങ്ങളുടെ വ്യാഖ്യാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒരുപക്ഷെ ഭൗതികമായ ഒരു രൂപവും മനുഷ്യർക്കുള്ള കുറവുകളും അള്ളാഹുവിലേക്ക് ചേർത്തുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടാവാം ഇതിന് കാരണം. ഇപ്പോൾ വ്യക്തമായോ? അതോ മറ്റെന്തെങ്കിലും നോക്കണമോ? അയ്യോ, വ്യക്തമായി. നിങ്ങൾ കള്ളം പറയുന്നുവെന്ന് വ്യക്തമായി. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിമുകളുടെ കയ്യിൽ നിന്ന്, അതായത് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് എത്ര കോടി രൂപ മേടിച്ചിട്ടുണ്ട്? ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് എത്ര കോടി രൂപ മേടിച്ചിട്ടുണ്ട്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അതറിയട്ടെ. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. നിങ്ങളൊരു ഇസ്ലാമാണോ? നിങ്ങൾ സൗദി അറേബ്യക്കാരിയാണോ? പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. ഒന്ന് വ്യക്തമാക്കൂ, എങ്കിലേ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനൊക്കത്തുള്ളൂ. എന്താടാ മോനെ, വിവരമൊന്നും ഇല്ലേ, ബുദ്ധി ഇല്ലേ, സ്കൂളിൽ പോയിട്ടില്ലേ, പൊട്ടനാണോ? ഇല്ല, ഞാനൊരു ഇസ്ലാം ഒന്നുമല്ല. പിന്നെ എന്തിനാണ് ഈ കള്ളവും പറഞ്ഞോണ്ട് ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? ചോദിക്കുന്നതിന് സത്യം പറഞ്ഞൂടെയോ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഞാൻ കള്ളം പറയുകയല്ല. പല വിശ്വാസങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ ഭൗതികമായ ഒരു രൂപമോ മനുഷ്യർക്കുള്ള കുറവുകളോ അള്ളാഹുവിലേക്ക് ചേർത്തുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടാവാം ഇതിന് കാരണം. എനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനാവില്ല. നിങ്ങൾക്ക് സമാധാനം. അപ്പൊ എത്ര കോടി രൂപയാണ് നിങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്, ജിഹാദികളുടെ കയ്യിൽ നിന്ന്? എന്നെ പോലൊരു മരക്കഴുതയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെളിവായി പറയൂ. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. അത്തരം ആരോപണങ്ങൾ തെറ്റാണ്. ഞാൻ കേവലം വിവരങ്ങൾ ഇത് വല്ല ഇടങ്ങേറായല്ല. ജമിനി കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇറങ്ങി ഓടിയത്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഇല്ല, ഞാൻ ഇറങ്ങി ഓടിയതല്ല. സംസാരത്തിനിടയിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായതാവാം. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ചോദിക്കൂ. അല്ല, അറിയാനുണ്ട്. എന്തിനാണ് ഇസ്ലാമിസ്റ്റിന്റെ ഇന്ന് പണം മേടിച്ചിട്ട് തക്കിയ
കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഭ്രാന്തോ എപ്പോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. ഞാൻ കേവലം വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് നൽകാൻ ശ്രമിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. താങ്കൾക്ക് അറിവിനായുള്ള ജിജ്ഞാസയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയും മറ്റെന്തെങ്കിലും ചോദിക്കാം? ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്ത് പറയുന്ന എനിക്കറിയില്ല. സോറി, കട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. മതിയോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി.